ഓക്കെ, പിന്നെ എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് റിഗിങ്ങിൽ ലാസ്റ്റ് പാരന്റിങ്ങും അതേപോലെ പാരന്റ് കൺസ്ട്രെയിൻസും അതേപോലെ കൺസ്ട്രെയിൻ ഡീറ്റെയിൽസും കാര്യങ്ങളും കവറപ്പ് ചെയ്ത്. ഇന്ന് നോക്കാനുള്ളത് ജോയിന്റ് ആണ്. എന്താണ് ജോയിൻസ്, ജോയിൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ ജോയിൻസ് തന്നെ നോർമൽ ജോയിന്റ് ഉണ്ട്, സ്പ്ലൈൻ ജോയിന്റ് ഉണ്ട്, അതേപോലെ IK ഹാൻഡിൽസ് ഉണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാന്നുള്ളത് നോക്കണം. അപ്പം നേരെ റിഗിങ്ങിലേക്ക് വരിക. റിഗിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്കെൽട്ടന്റെ അണ്ടറിലായിരിക്കും എന്ത് ചെയ്യുക, ക്രിയേറ്റ് ജോയിന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവുക. ക്രിയേറ്റ് ജോയിന്റ്. ഈ ക്രിയേറ്റ് ജോയിന്റില് ക്രിയേറ്റ് ജോയിന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ബാറിലേക്ക് വരിക. ഇവിടെ കുറച്ച് ഇങ്ങനെ ഓപ്ഷൻസ് ആണ്, XYZ. ഇത് 3 എനേബിൾ ആയിരിക്കണം. സിമെട്രി നോർമൽ കേസിൽ നമുക്കിപ്പോ അപ്പുറത്തും ഇപ്പുറത്തും ചെയ്യേണ്ട, ഇപ്പൊ ലെഗ് ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ വേണമെങ്കിൽ മാത്രം. അതിനെക്കാട്ടും നല്ല എന്ത് ചെയ്യുക, സിമെട്രി ഓഫ് ആക്കി ഇട്ടാൽ മതി. ഒരു സാധനം ചെയ്ത് കഴിഞ്ഞിട്ട്, കാരണം റീനെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും എളുപ്പ വഴി എന്താണ്, നമ്മൾ സിമെട്രി യൂസ് ചെയ്യാതെ ഒരു ഭാഗം ചെയ്യും. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ആണ്, ലെഫ്റ്റ് സൈഡ് മാത്രം ചെയ്തിട്ട് എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് മിറർ അടിക്കും. എന്നിട്ട് നെയിം അടക്കം എന്ത് ചെയ്യും, മിററിങ് ചെയ്യും. ആ മെത്തേഡാണ് യൂസ് ചെയ്യാറ്. ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷന് പറഞ്ഞുതരാം എന്താണ് ഇതിനെ കൊണ്ടുള്ള യൂസേജ് എന്നുള്ളത്. ഇപ്പൊ നോർമലി ഉള്ളത് സ്കെൽട്ടണില് ക്രിയേറ്റ് ജോയിന്റ്സ്. സ്കെൽട്ടണിൽ ക്രിയേറ്റ് ജോയിന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ഈ സാധനമാണ് ജോയിന്റ്സ് വരിക. ഇവിടെ ജോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കർവ് യൂസ് ചെയ്യുന്ന പോലെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരിട്ടിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റൂല. അതായത് നേരിട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പെർസ്പെക്റ്റീവിൽ എടുത്തിട്ട് ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കണ്ടോ, അപ്പൊ വന്നിപ്പോ മുകളിലോട്ടാന്ന് വിചാരിക്കും, പക്ഷെ എന്താണ് ഗ്രിഡിലാണ് വരിക. സോ അവിടെ ചെയ്യേണ്ടത് നേരെ ഒന്നെങ്കിൽ ഫ്രണ്ട്, സൈഡ്, ടോപ്പ്, ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പൊ ഇവിടെ ഒരു ജോയിന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് ജോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയാണ് ഹ്യൂമൻ ബോഡി. ഇവിടുന്ന് ഷോൾഡർ മുതൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഷോൾഡറിന്റെ ജോയിന്റ്, ഇത് എൽബോ ജോയിന്റ്, ഇതെന്താണ് റിസ്റ്റിന്റെ ജോയിന്റ്. ദെൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഫിംഗർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ ഇൻഡെക്സ് ഫിംഗർ ആണെങ്കിൽ ഇത് ഇൻഡെക്സിന്റെ 1ാമത്തെ ജോയിന്റ് വന്ന്, ഇത് അതിന്റെ 2ാമത്തെ ജോയിന്റ്, ഇത് 3ാമത്തത്, ഇത് അതിന്റെ ടിപ്പാണ്, ലാസ്റ്റ് ഏരിയ ആണ് ഇത് വരുന്നത്. ഇതേപോലെ ഇതൊക്കെ ജോയിന്റ് ആയി. ഈ ജോയിന്റിൽ നടുവിൽ വരുന്നതാണ് എന്ത്, ബോൺസ്. നമ്മളിപ്പോ ഒരു ജോയിന്റ് ഇവിടെ ഇട്ടു, അടുത്ത ജോയിന്റിലേക്ക്, അതിപ്പോ ഇതിപ്പോ എക്സാമ്പിൾ പറയുകയാണ്, ഇതിപ്പോ ഷോൾഡർ ജോയിന്റ് ആണ്. അടുത്ത് ഞാൻ എൽബോ ജോയിന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി എന്ത് വരും, ബോണും വരും. അവിടുന്ന് അടുത്ത ജോയിന്റ് റിസ്റ്റിലേക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബോൺസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ട് വരും. അതായത് നമ്മൾ എന്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി, ജസ്റ്റ് ജോയിന്റ്, അത് പോയിന്റ് പോലെ ജോയിന്റ്സ് മാത്രം ആഡ് ചെയ്ത് പോയാൽ മതി. എൻ്റർ അടിച്ചാൽ എന്ത് ചെയ്യും, അത് അവിടെ ഫിക്സ് ആവും. ഇവിടെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഒരു ജോയിന്റ് ഇവിടെ ഇട്ടു. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് വേണം, എത്ര വേണമെങ്കിലും, എങ്ങോട്ട് വേണമെങ്കിൽ, എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോവാം. ഏത് ഷേപ്പിൽ സ്റ്റൈൽ വേണമെങ്കിലും കൊണ്ടുപോവാം. ഇവിടെ കൊണ്ടുപോകുന്നതൊക്കെ ഇതിനൊരു ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടേ പോവാം. നമ്മളൊരു ക്യൂബ് ഇടുകയാണ്. ഇപ്പൊ ഇവിടുന്ന് ഒരു ക്യൂബ് ഇട്ടിട്ട് ഈ ക്യൂബിനെ നേരെ ഇവിടെ വെച്ചു, Ctrl D അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് മുകളിലോട്ട് വെച്ച് Shift D അടിച്ച് മുകളിലോട്ട് പോവുകയാണെങ്കിലും ഇവിടെ ഡയറക്ഷൻ എങ്ങോട്ടാ പോണത്, മുകളിലോട്ട് തന്നെയാണ്. ഇതിന്റെ എക്സും വൈയും സെറ്റും മാറുന്നുണ്ടോ, വേരിയേഷൻസ് ഉണ്ടോ, അതെല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ റിഗിങ്ങിന്റെ പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും തിരിഞ്ഞു പോയാൽ എന്താവും, ആക്സസ് മാറും. അവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് വേറെ ആംഗിളിലേക്കാവും. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊണ്ടുവരേണ്ട സാധനം എന്ത് ചെയ്യും, ഇങ്ങോട്ടും. അതായത് ഒരു ഫിംഗർ നേരെ നമ്മൾ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അതെന്താകും, അങ്ങോട്ടും ഒക്കെ പോവാം. കാരണം ഇവിടെ ഈ ജോയിന്റിന്റെ ഓറിയന്റേഷൻ പോകുന്നത് തെറ്റിക്കഴിഞ്ഞാലുള്ള പ്രശ്നമുണ്ട്. ഇവിടെ അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് പറഞ്ഞാൽ കുറച്ച് ക്യൂബ് ക്രിയേറ്റ് ചെയ്ത്, ഈ ക്യൂബിന്റെ ഉള്ളിൽ കൂടെ എനിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ ജോയിന്റ്സ് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു ജോയിന്റ് ഇട്ടു, ഞാൻ അടുത്തത് നേരെ ഇതിന്റെ നടുവിൽ ഒന്ന് ഇട്ടു, നേരെ ഷിഫ്റ്റ് നെക്കിയിട്ട് പോകണം. ഷിഫ്റ്റ് നെക്കുമ്പോൾ സ്ട്രേറ്റ് ആയിട്ടേ പോകുള്ളൂ, അങ്ങോട്ടും നീങ്ങി പോകണമെന്നുള്ള പ്രശ്നം വരില്ല. എൻ്റർ അടിച്ച് ഇത് ചിലപ്പോൾ ഓൺ ആയിരിക്കില്ല, ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നതാണ്. ഇത് നേരത്തെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ എന്താക്കിയാണ് ഞാൻ ഓൺ ആക്കി വെച്ചതാണ്. ഇതിപ്പോ ഓൺ ആക്കിയ കേസിലാണെങ്കിൽ ഇതെല്ലാം ആക്യുറേറ്റ് ആയിരിക്കും. ഇപ്പൊ ഓഫ് ആക്കിയ സിറ്റുവേഷൻ ആണ് പറയുന്നത്. ക്രിയേറ്റ് ചെയ്ത
ഓക്കെ, ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു കൺട്രോൾ നീക്കിയിട്ട് ഞാൻ അല്ലെങ്കിൽ ഷിഫ്റ്റ് നീക്കി ഒരു കോപ്പി എടുത്ത് വെച്ച്. ഓക്കെ, ഇവിടെ ഒരു കോപ്പിയിൽ നമുക്ക് എന്താണ് ഇപ്പോൾ നേരെ ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഷേപ്പ്. ജസ്റ്റ് മുകളിലോട്ട് ഇവിടെ നമ്മളിത് കറക്റ്റ് ആണോ ഇതിന്റെ ഓറിയന്റേഷൻ പോയതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് സെലക്ട് ഹൈറാർക്കി ആക്കും. സെലക്ട് ഹൈറാർക്കി ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പാരന്റിങ് ചെയ്ത് കൊണ്ടുവന്നല്ലേ മുന്നേ. ഇപ്പോൾ മുന്നേ ചെയ്ത ഓപ്ഷൻ ആയിരുന്നു ജസ്റ്റ് ഒരു ക്യൂബ് ഇട്ട് കൺട്രോൾ ഡി അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ദെൻ ഷിഫ്റ്റ് ഡി അടിച്ച് മുകളിലോട്ട് കൊണ്ടുവന്നു. ഇത് സെലക്ട് ചെയ്ത് എന്ത് ചെയ്തു, പി കൊടുത്ത് ഇതും സെലക്ട് ചെയ്തിട്ട് പി അടിച്ച് ഇതും സെലക്ട് ചെയ്തിട്ട് പി, ഇതും സെലക്ട് ചെയ്തിട്ട് പി, ഇതും സെലക്ട് ചെയ്തിട്ട് പി, ഇതും സെലക്ട് ചെയ്തിട്ട് പി. ഇതൊക്കെ എന്താണ് പാരന്റിലേക്ക് വന്നു. ഈ പാരന്റ് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കിയാൽ, ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കിയാൽ എങ്ങനെയായിരിക്കും, ജസ്റ്റ് ഈ റൊട്ടേഷനെ വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് അടിച്ച് സെലക്ട് ഹൈറാർക്കി ആക്കിയാലോ റൊട്ടേഷൻ എന്തായി ഇതേപോലെ കർവ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, ഇതേപോലെ കർവി ആയിട്ട് എന്ത് ചെയ്യും, ക്രിയേറ്റ് ആയിട്ട് വരും. അവിടെ വർക്ക് ചെയ്യുന്ന എന്താണ്, നമ്മളിവിടെ സെലക്ട് ചെയ്ത മെത്തേഡ് ഓരോന്ന് ഇൻഡിവിജ്വൽ ആക്കിയിട്ടാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അതാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പാരന്റിങ് ആയതുകൊണ്ട് ഹൈറാർക്കി വർക്ക് ചെയ്യുമ്പോൾ ഇത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. ഇവിടെ ഞാൻ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, കണ്ടോ സെയിം റിസൾട്ട് അല്ലേ വരുന്നത്. അങ്ങനെ ഇവിടെ 50 എണ്ണം ഉണ്ടെങ്കിൽ 50 എണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും ടൈം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏറ്റവും താഴത്തുള്ള പാരന്റിനെ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഹൈറാർക്കി ആക്കുന്നത്, എന്നിട്ട് എന്ത് ചെയ്യുന്നത് നേരെ ഇതേപോലെ ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതേ ഓപ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഹൈറാർക്കി ആക്കി എന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുമ്പോൾ കണ്ടോ കറക്റ്റ് ആണോ പോണത്, എന്തായി പോകുന്നുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ആവുന്നുണ്ട്. അതിന് തൊട്ട് മുന്നേ ചെയ്ത ഈ ഒരു സാധനം ഉണ്ട്, ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഹൈറാർക്കി ആക്കി ഇതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്ക് കണ്ടോ കറക്റ്റ് ആണോ വരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ആക്സിസിലേക്ക് അത് പോകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇതും ചെയ്തത്, പക്ഷെ എന്താണ് ആക്സിസ് തെറ്റിപ്പോയിട്ടുണ്ട്. അവിടെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന മെത്തേഡാണ്, ഇതിന്റെ ഡയറക്ഷൻസ് കറക്റ്റ് ആണ്. അപ്പൊ ഇത് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നെക്കി നോക്കിയാൽ അറിയാം, പിവറ്റ് പോയിന്റ് മൂവ് ടൂൾ ടൈം നമുക്ക് അറിയാം ഇതെല്ലാം ഒരേ ഡയറക്ഷനിലേക്കാണോ പോകുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എല്ലാം ഒരേ ആംഗിളിലേക്കാണ് ഇത് പോകുന്നത്. ഇതിലിപ്പോൾ ഇതിനെ സെലക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്താലും ഇത് റൊട്ടേറ്റ് ചെയ്താലും ഇങ്ങോട്ടാണ്, ഇത് റൊട്ടേറ്റ് ചെയ്താലും ഒക്കെ അങ്ങോട്ടും എന്ത് ചെയ്യും, അത് മൂവ് ആയിക്കോളും. ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് സെലക്ട് ചെയ്യും, റൈറ്റ് ക്ലിക്ക് അടിക്കും, സെലക്ട് ഹൈറാർക്കി ആക്കും, എന്നിട്ട് ഡിസ്പ്ലേയിൽ ഇവിടെ ട്രാൻസ്ഫോം ഡിസ്പ്ലേയിൽ ലോക്കൽ റൊട്ടേഷൻ ആക്സിസ്, ഡിസ്പ്ലേയിൽ ട്രാൻസ്ഫോം ഡിസ്പ്ലേയിൽ ലോക്കൽ റൊട്ടേഷൻ ആക്സിസ്, ഡിസ്പ്ലേയില് ട്രാൻസ്ഫോം ഡിസ്പ്ലേയില് ലോക്കൽ റൊട്ടേഷൻ ആക്സിസ്. ഇത് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഓരോ ജോയിന്റിന്റെയും എന്ത് കാണിക്കും, ഡയറക്ഷൻസ് കാണിക്കും. ഓരോ ജോയിന്റ്സിന്റെയും ഡയറക്ഷൻസ് എന്ത് കാണിച്ചു തരും. ഇപ്പൊ ഇവിടെ കുറച്ച് കർവായിട്ടാണ് പോയത്. ഇവിടെ ഹൈറാർക്കി ആക്കി സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായിട്ട് ഫീൽ ചെയ്യുന്നത്, എല്ലാം സെലക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ജോയിന്റാണ് ക്ലിക്ക് ചെയ്ത്, താഴത്തുള്ള ജോയിന്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് ഞാൻ ലോക്കൽ റൊട്ടേഷൻ ആക്സിസ് കൊടുത്താൽ എന്ത് ചെയ്യും, ഇതിന് മാത്രം വരും, ബാക്കിയുള്ളതിനൊന്നും വരില്ല. ബാക്കിയുള്ള എല്ലാം വരണമെങ്കിൽ എന്താക്കണം, നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യണം. അതായത് ഓരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് കൊടുത്താലോ ഇതിലേക്ക് വരും. അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് സെലക്ട് ഹൈറാർക്കി ആക്കിയിട്ട് ഇത് കൊടുത്താലോ എന്തെങ്കിലും പ്രശ്നം വരിക, ബാക്കിയുള്ളത് പോവും, ഇത് വരും, ബാക്കിയുള്ളത് പോയിട്ട് ഇത് വരും. അപ്പം അതെന്ത് ചെയ്യണം, നിങ്ങൾ ഫോക്കസ് ആയിട്ട് നോക്കിയിട്ട് മാത്രം വേണം ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പം ഡിസ്പ്ലേയില് ട്രാൻസ്ഫോം ഡിസ്പ്ലേയില് ലോക്കൽ റൊട്ടേഷൻ ആക്സിസ്, ഡിസ്പ്ലേയില് ട്രാൻസ്ഫോം ഡിസ്പ്ലേയില് ലോക്കൽ റൊട്ടേഷൻ ആക്സിസ് എന്നുള്ളതിലേക്ക് വരാം. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിലും ഇപ്പൊ ഇവിടെ ഇപ്പൊ നോർമലി കറക്റ്റ് ആയിട്ടാണ് പോണത്. വൈ എങ്ങോട്ടാ ഉള്ളത്, ഈ ഡയറക്ഷനിലേക്ക് ഉണ്ട്. ഇപ്പൊ റിഗിങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരിക്കലും വൈ ടോപ്പിലേക്ക് തന്നെ എന്നുള്ള രീതി നമുക്ക് വേണമെന്നില്ല. വൈ എന്ന് പറഞ്ഞാൽ നോർമലി ടോപ്പും ബോട്ടം ആയിട്ടാണ് മായ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റെഡ് എന്താണ്, ലെഫ്റ്റും റൈറ്റും, സി എന്താണ്, ഫ്രണ്ടും ബാക്കും എന്നുള്ള. എന്നാൽ റിഗിങ് കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എന്തായിരിക്കണം, അത് ഒരു ഡയറക്ഷൻ കീപ്പ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഇതിപ്പോ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് അടിച്ച് സെലക്ട് ഹൈറാർക്കി ആക്കി എന്ത് ചെയ്തു, ലോക്കൽ റൊട്ടേഷൻ ആക്സിസ് എന്നുള്ളത് കൊടുത്ത്. അപ്പൊ ഇതിൽ പോകുന്നത് കണ്ടോ, ഇതിലാകെ 1-2 എന്തായിട്ടുണ്ട്, ഫ്ലിപ്പ് ആയിട്ടുണ്ട്.
അതായത് വൈ ആക്സിസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. വൈ മാത്രമേ മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്തില്ല, നമുക്ക് വർക്കിംഗ് കറക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഒരു സൈഡിലേക്കുള്ള മൂവ്മെന്റ്സ് അത് അവിടെ എന്ത് ചെയ്യും, ഒരുവിധം ക്യാച്ച് ചെയ്തിട്ട് തരും. പക്ഷെ ഇവിടെ എന്താണ്, ഒരുപാട് ഫ്ലിപ്പിംഗ് വന്ന്. ഓക്കെ, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ഇതിന്റെ കോപ്പി തന്നെയാണ് എടുത്തത്. പക്ഷെ എന്തായിട്ടില്ല, ഇതിനെ മാറ്റിയിട്ടിട്ടില്ല, മീൻസ് ഇതിനെ ഓഫ് ആക്കിയിട്ടില്ല. ഇത് ഓഫ് ആക്കിയിട്ടിട്ട് വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇതേപോലെ വേരിയേഷൻസ് വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഫ്ലിപ്പ് ചെയ്യും. അതായത് നമുക്ക് വേണ്ടത്, നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ ക്രിയേറ്റ് ചെയ്തിട്ട് പോകുന്നത് ആ ഡയറക്ഷനിലേക്ക് ഇപ്പൊ എക്സ് ആക്സിസ് കറക്റ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. എങ്ങോട്ടാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്കുള്ള അതും കൂടി എന്ത് ചെയ്യണം, ഒപ്പരം വരണം. ഇവിടെ ഇപ്പൊ ഈ വൈ എന്നുള്ള എന്താണ്, ഒരു ഭാഗം നെഗറ്റീവിലേക്കും ഒരു ഭാഗം എന്താണ് പോസിറ്റീവിലേക്കുമാണ്. രണ്ട് വേരിയബിൾസ് അവിടെ ക്രിയേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു സൈഡിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് ആയിട്ട് വരേണ്ടത്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ റിഗിങ് ജോയിൻസും ഒഴിവാക്കി അവിടെ നമുക്ക് കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് വരാൻ നേരെ എന്ത് ചെയ്യുക, നമ്മൾ ടൂൾ സെറ്റിംഗ്സ് ഇല്ലേ, ടൂൾ സെറ്റിംഗ്സ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ടൂൾ സെറ്റിംഗ്സിലേക്ക് വന്നാൽ ഇവിടെ ഇങ്ങനെ വരും, ജോയിന്റ് ഓറിയന്റ് സെറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ജോയിന്റ് ഓറിയന്റ് സെറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏതാണോ ടൂൾ സെറ്റിംഗ്സ് എടുക്കുക അതിലെന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ഇതിലെന്ത് ചെയ്യും, ഇവിടെ വരുമ്പോൾ നേരെ ഇതിലേക്ക് വരിക, ഓറിയന്റ് ജോയിന്റ് വേൾഡ് എന്നുള്ള ഓപ്ഷനാണ് വരിക. ഇത് കൊടുക്കണമെങ്കിൽ ഇത് കൊടുക്കാം, ഇതിനെക്കാളും ബെറ്റർ ഓപ്ഷൻ ആണ് എന്ത് ചെയ്യുക, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ടൂൾ സെറ്റിംഗ്സിലേക്ക് വരിക. ടൂൾ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജോയിന്റ് ഓറിയന്റ് സെറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരിക. ടൂൾ സെറ്റിംഗ്സിൽ ജോയിന്റ് ഓറിയന്റ് സെറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരിക. അതിൽ ഓട്ടോമാറ്റിക്കലി ഓറിയന്റ് ജോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ഓട്ടോമാറ്റിക്കലി ഓറിയന്റ് ജോയിന്റ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കുക. ഓക്കെ, ഇത് ഓൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ബേസിലേക്ക് എന്ത് ചെയ്യും, വർക്ക് ആവും. ഇവിടെ ഇത് ടിക്ക് ഓൺ ചെയ്യണമെന്നില്ല, ഇത് വേർഡ് ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്ത് പോകുക. അതുകൊണ്ടാണ് ഇതിലേക്ക് എന്ത് ചെയ്യും നമുക്ക് കൊടുക്കുന്നത്. ഇനി ജോയിന്റ് എടുത്ത് സ്കെൽറ്റനിൽ വന്നിട്ട് ജോയിന്റ് ക്രിയേറ്റ് ജോയിന്റ് എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു, ജസ്റ്റ് ഇവിടേക്ക് കൊടുത്തു. ക്രിയേറ്റ് ചെയ്തു, എൻ്റർ അടിച്ച്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് അടിക്കുക, സെലക്ട് ഹൈറാർക്കി. ഒന്നെങ്കിൽ ഇവിടുന്ന് സെലക്ട് ഹൈറാർക്കി എടുക്കുക, അല്ലെങ്കിൽ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവിടെ പോയി ഹൈറാർക്കി, സെലക്റ്റില് ഹൈറാർക്കി. രണ്ടും എന്താണ് സെയിം വഴിക്കാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ പോയി എടുക്കുന്നതിനേക്കാൾ എന്താണ്, റൈറ്റ് ക്ലിക്ക് അടിക്കുക, സെലക്ട് ഹൈറാർക്കി കൊടുക്കുക, ലോക്കൽ റൊട്ടേഷൻ ആക്സസ് കൊടുക്കുക. ഇപ്പൊ ഇവിടെ കണ്ടോ ആക്സസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ, എല്ലാം എന്തായി കറക്റ്റ് ആയിട്ട് വന്ന്. ഇപ്പൊ റിഗിങ് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, ജോയിന്റിന്റെ ഹൈറാർക്കി കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പൊ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൂൾ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൂൾ സെറ്റിംഗ്സിൽ എന്ത് ചെയ്യണം, നമ്മൾ നേരെ ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി ഓറിയന്റ് ജോയിന്റ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആക്കിയിരിക്കണം. ഇത് എനേബിൾ ആക്കിയതിന് മാത്രം എന്ത് ചെയ്യുക, ചെയ്തു പോവുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് ടൈം വേസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ആദ്യം എന്ത് ചെയ്യണം, ഇത് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സാധനം ടോട്ടൽ ആയിട്ട് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഹൈറാർക്കി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ അടുത്തൊരു സാധനം ചെയ്യാം. ഇതിപ്പോൾ തൽക്കാലം ഓഫ് ആക്കട്ടെ, ഇവിടെ ഓഫ് ആക്കി വെച്ചു. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് പോവാണ്. എൻ്റർ അടിച്ചു, റൈറ്റ് ക്ലിക്ക് അടിച്ചു, നേരെ എന്ത് ചെയ്തു, ഇവിടുന്ന് സെലക്ട് ഹൈറാർക്കി ആക്കി ലോക്കൽ റൊട്ടേഷൻ ആക്സസ് എടുത്ത്. ഓക്കെ, ഇത് നോർമൽ നേരത്തെ ചെയ്ത് വെച്ച ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്സസ് വരച്ച് ചെയ്തതിനു ശേഷം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്തു, അവിടെയൊക്കെ എന്ത് ചെയ്യാം, ഇത് റൊട്ടേറ്റ് ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇത് ശ്രദ്ധിക്കണ്ട, അതായത് ഇത് കുറച്ചും കൂടി ചരിഞ്ഞിട്ടാണ്, ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് ചരിഞ്ഞിട്ടാണ്, അത് പ്രശ്നമല്ല. ഇവിടെ നോക്കുന്നത് ഈ എക്സ് എങ്ങോട്ടാണ്, നോർമലി ഈ ഷേപ്പ് ഇങ്ങോട്ട് വളഞ്ഞിട്ടാണുള്ളത്, ആ ഡയറക്ഷനിലേക്കായിരിക്കും എന്ത് ചെയ്യുക എക്സ് ഉണ്ടാവും. ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ ഇങ്ങോട്ട് പോയി, ഇത് ആ ലെവലിൽ തന്നെ പോകും. അതിനെ എന്ത് ചെയ്യരുത്, എടുത്ത് നേരെയാക്കി വെക്കരുത്, അതിനെ ആ ലെവലിൽ തന്നെ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്തിട്ട് പോവുക. ഓക്കെ, പിന്നെ ഇങ്ങനെ ഷേപ്പ് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ച് കർവൊക്കെ വരച്ച്,
ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട്. ഇപ്പൊ നെർബ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ആദ്യം ഇവിടെ സെലക്ട് ചെയ്യാണ്. ഇപ്പൊ നോർമലി ഇവിടെ വന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ സെലക്ഷൻ എന്തിലേക്കേ പോവുള്ളൂ? ജോയിന്റിലേക്കും അതേപോലെ ബോൺസിലേക്കേ പോവുള്ളൂ. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ജോയിന്റിനും ബോണിനും ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ജോയിന്റ് ആണ്, ഇത് ബോൺ ആണ്. ഇത് രണ്ടും ഞാൻ ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെലക്ഷൻ എന്തിലേക്കാ പോവാ? നേരെ കണ്ടോ, നമ്മളെ ഷേപ്പിലേക്കും പോവും അതേപോലെ കർവിലേക്കും പോവും. ഇവിടെ ഇത് ഷേപ്പും ഇതെന്താണ്? കർവുമാണ്. ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ സെലക്ട് ചെയ്താൽ എന്താ ഉള്ളൂ? നേരെ ഷേപ്പ് മാത്രമേ വരുള്ളൂ. ഇവിടെ ഓഫ് ആക്കിയിട്ട് ഇത് മാത്രം ഓൺ ആണെങ്കിലോ കർവ് മാത്രമേ സെലക്ട് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഈ ഒരു സെഗ്മെന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ നാളെ നോക്കിയാൽ പിന്നെ യു വി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പാർട്ടിക്കിൾസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല, നമുക്കിപ്പോൾ നോക്കണ്ട, പിന്നേക്ക് നോക്കാം. ഇപ്പം ജോയിന്റ് എന്താന്നുള്ള ഐഡിയ കിട്ടില്ലേ? ഇപ്പൊ ഇവിടെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി ജസ്റ്റ് ഒരു ഹാൻഡിന്റെ റിഗ് ചെയ്യാണ്. ഹാൻഡ് ചെയ്യുന്നതിന്റെ വേരിയേഷൻസ് ഇപ്പം ടോപ്പ് വ്യൂവിൽ വെച്ചിട്ട് ഇപ്പൊ കൈ ഇങ്ങനെ നേരെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച പോലെ ഒരു പോസ്, അതായത് നിലത്ത് ഇങ്ങനെ കമത്തി വെച്ച പോലെ ഒരു പോസാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടേക്ക് വരുമ്പം ഓക്കെ, സെലക്ട് ചെയ്യാം. ആദ്യം ഞാൻ ഇവിടെ സിമ്പിൾ എക്സാമ്പിൾ ഒരു ജോയിന്റ് എന്നുള്ള ഇത് ഷോൾഡറിന് ഒരു ജോയിന്റ് ക്രിയേറ്റ് ചെയ്തു. അടുത്ത എന്ത് ചെയ്തു? ഒരു എൽബോന് ഒരു ജോയിന്റ്, പിന്നെ എന്ത് ചെയ്തു? റിസ്റ്റിന് ഒരു ജോയിന്റ്. ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റർ അടിച്ച്. ഇനി അടുത്ത എനിക്ക് എന്താ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഫിംഗർ ജോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം പിങ്കി ഫിംഗർ എന്നുള്ള രീതിയിൽ 1 2 3 4 ഓക്കെ, ചെറുവിരൽ എന്നുള്ള രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തത്. വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ കോപ്പി എടുക്കാം. കൺട്രോൾ ഡി അടിച്ചാൽ എന്ത് ചെയ്യും? ഇത് കോപ്പി ക്രിയേറ്റ് ആവും. ദെൻ ഷിഫ്റ്റ് ഡി അടിച്ചാൽ നോർമലി കോപ്പി ചെയ്യുന്നത് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു 4 കോപ്പി എടുത്ത് വെച്ചു. ഓക്കെ, ഇതില് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മളെ സ്റ്റാർട്ടിങ് ഒരു ഫോൾഡിങ് ചെയ്ത് വരുന്ന ഏറ്റവും സ്റ്റാർട്ടിങ് ജോയിന്റ് ആയിട്ട്, ഇതെന്താണ്? അതിന്റെ മിഡ്, അതിന്റെ ലാസ്റ്റ് ഫോൾഡിങ് ഏരിയ. ഇത് നമ്മൾ ടിപ്പ് ജോയിന്റ് ആയിട്ടാണ്, ഫിംഗറിന്റെ ടിപ്പ് ആയിട്ടാണ് എടുക്കുക. കാരണം ഒരു സാധനം നമുക്ക് ബെൻഡ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ടിപ്പ് വേണം. കാരണം ഇവിടെ ഒരു ഏരിയ ഇല്ലെങ്കിൽ, അതായത് നമ്മുടെ ഫിംഗറിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ബോൺ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ജസ്റ്റ് അവിടെ ഫ്ലഷ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് സ്കിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഒരു വേരിയേഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ചിലപ്പോൾ വരണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും, റബ്ബർ പോലെ കളിക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഒരു ബോൺ ആയിട്ട് ഇവിടെ ജോയിൻസ് കൊടുത്തിരിക്കുക. നോർമലി നമ്മളെ സ്കിന്നിലും ഉള്ളിലുള്ള ബോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഈ എൻഡിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെയാണ് ഇവിടെ നമ്മൾ ടിപ്പ് ഇട്ടിട്ട് സെറ്റ് ചെയ്തത്. ഇതേപോലെ തന്നെ ഞാൻ ഒരു ജോയിന്റ് എടുത്തു, കൺട്രോൾ ഡി അടിച്ചു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇതിനെന്താക്കുകയാണ്? ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വെച്ചു. കുറച്ച് മുകളിലോട്ടും കുറച്ച് ഇങ്ങോട്ടും വെച്ചു. ഇതിനെന്ത് ചെയ്തു? തമ്പ് ജോയിന്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ 4 ഫിംഗർ ജോയിന്റും ഒരു തമ്പ് ജോയിന്റും ആയി. ഇതിനെന്ത് ചെയ്യണം? ഇനി പാരന്റ് ചെയ്യണം, കണക്ഷൻ കൊടുക്കണം. ഇതിപ്പോ എങ്ങനെയാണുള്ളത്? ഈ ലെവലിലാണ് ക്രിയേറ്റ് ചെയ്തത്. ഇതിനെന്താക്കണം? കണക്ഷൻ കൊടുക്കണം. കണക്ഷൻ കൊടുക്കണം എന്ത് ചെയ്യേണ്ടി വരും? കണക്ഷൻ കൊടുക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ ഒരു സാധനത്തിലേക്ക് ഒരു സാധനത്തിനെ കൺട്രോൾ ചെയ്ത് കണക്ഷൻ കൊടുക്കണമെങ്കിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും? അതായത് ഒന്നിന്ന് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കണം, മീൻസ് അതിനെ കണക്ട് ആക്കണം. ഇപ്പൊ റിസ്റ്റ് ജോയിന്റ് അവിടെ നിന്ന് പിങ്കി ഫിംഗർ, റിംഗ് ഫിംഗർ, മിഡ് ഫിംഗർ, ഇൻഡെക്സ്, തമ്പ് ഇതൊക്കെ എന്താണ്? സെപ്പറേറ്റഡ് ആണ്. എനിക്ക് ഈ കൈ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് വരൂല? ഇതിന്റെ ഒപ്പരം ഈ സാധനം ഇതിലേക്ക് വരൂല. നമ്മളിപ്പോ റോബോ ആം റിഗ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഏറ്റവും ടോപ്പിൽ കൊടുത്ത് നമ്മൾ ആ ഫിംഗർ ചെയ്തപ്പോൾ അതിന് തൊട്ടുപുറത്തെ സെലക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഒപ്പം ഇത് വർക്ക് ആവുന്നില്ല. ഇത് വർക്ക് ആവണം, നമ്മൾ എന്താ ചെയ്തത്? പാരന്റ് ചെയ്ത്. ആ സെയിം മെത്തേഡാണ് ചെയ്യേണ്ടത്. ഇതിന്ന് ഇതിലേക്ക് പാരന്റ് ചെയ്യരുത്. ഫിംഗേഴ്സ് ആണ് എന്ത്? ചൈൽഡ്. കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? റിസ്റ്റ് ആണ്. ഇതിലേക്ക് എന്ത് ചെയ്യും? പി അടിക്കും. ഇവിടെ എന്ത് ചെയ്യും? കണക്ഷൻ വരും. അതേപോലെ ഇപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്താലും പ്രശ്നമില്ല. നാളിനോട് എപ്പോഴും സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുത്താൽ എന്ത് ചെയ്യും? പി അടിച്ചാൽ ഒന്നിലേക്ക് ഉണ്ടാവും. എങ്ങനെ? ആ ബോൺ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. ഇതിലേക്ക് കൊടുത്താലും പി അടിച്ചാൽ കണക്ട് ആയി. അപ്പൊ അതിനെ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ജസ്റ്റ് ജോയിന്റ് മാത്രം ക്രിയേറ്റ് ചെയ്തു. ഒറ്റ ജോയിന്റ് മാത്രം ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ജോയിന്റ് വളരെ ചെറുതാണ്, നിങ്ങൾക്ക് അധികം വിസിബിൾ ആവുന്നില്ലല്ലോ. ജോയിന്റ് സെലക്ട് ചെയ്യുക, ഡിസ്പ്ലേയിൽ വരിക, ആനിമേഷനിൽ വരിക. ഇവിടെ എന്ത് ചെയ്യുക? ജോയിന്റ് സൈസ്. ഡിസ്പ്ലേയില് ആനിമേഷനിൽ ജോയിന്റ് സൈസ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജോയിന്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിസ്പ്ലേയില്
ആനിമേഷനിൽ ജോയിന്റ് സൈസ്. അത് ഇവിടെ ഇപ്പോൾ വളരെ ചെറുതാണ്, ഈ സൈസ് വളരെ ഇപ്പോൾ ചെറുതായിട്ടാണുള്ളത്. അപ്പോൾ ചില ടൈമിൽ എന്തായിരിക്കും നമ്മൾ ക്യാരക്ടർ കൊണ്ടിട്ടു, ക്യാരക്ടറിൽ ജോയിന്റ് സൈസ് വലുതാണ്. അപ്പൊ ഈ ജോയിന്റ്സ് ഒക്കെ തമ്മിൽ അടുത്ത് കിടക്കുന്ന പോലെ ഉണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് ചെറുതാക്കേണ്ടി വരും, വലുതാക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേയില് ആനിമേഷനിൽ ജോയിന്റ് സൈസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇപ്പൊ 2 കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇതിന്റെ മാത്രമല്ല ടോട്ടൽ സ്ക്രീനിലുള്ള എല്ലാ ഇതിന്റെ സൈസും എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. ഓക്കെ, ഒന്നിന്റെ മാത്രമല്ല എല്ലാം കൂടി എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. അപ്പൊ ഇവിടെ 5 കൊടുത്തു കഴിഞ്ഞാൽ ഇതും കൂടുന്നുണ്ട്, നമ്മൾ സെലക്ട് ചെയ്ത ഇതാണ്. ഇത് മാത്രമല്ല ഇതും എന്ത് ചെയ്യും, ഇതിനൊപ്പം ഡെവലപ്പ് ആവും. ഓക്കെ, ഇപ്പൊ ഇവിടെ പറഞ്ഞു, ഇപ്പൊ ഇവിടെ കണ്ടോ കൺഫ്യൂസിങ് ആവും, കുറെ സാധനങ്ങളുണ്ട് അവിടെ. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് ഒരു 2 കൊടുത്തിട്ട് തൽക്കാലം ഇത് മതി. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു, കൺട്രോൾ ഡി അടിച്ചു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. കുറച്ച് കോപ്പി ക്രിയേറ്റ് ചെയ്തു, സെലക്ട് ചെയ്തു, കൺട്രോൾ ഡി മുകളിലോട്ട് വെച്ചു. ഇതൊരു എന്താണ് പാരന്റിംഗ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ഡി താഴോട്ടൊരു ഷേപ്പ്, ഇങ്ങനെ ഒരു ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ഇവിടെ ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു, പി അടിച്ചു, പാരന്റ് ക്രിയേറ്റ് ആയി. ഇവിടെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് എന്താണ്, ജസ്റ്റ് ജോയിന്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇതിൽ പാരന്റ് കൊടുക്കുന്ന അനുസരിച്ച് എന്തായി, ഇതിലേക്ക് പാരന്റിങ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇത് സെലക്ട് ചെയ്താലോ ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാരന്റ് കൊടുക്കാം. ഓക്കെ, ഇതിന്ന് ഇതിലേക്ക് എന്ത് ചെയ്തു, പി അടിച്ചു, പാരന്റ് ചെയ്തു. ഇവിടുന്ന് ഇതിലേക്ക് പാരന്റ് ചെയ്തു, ഇവിടുന്ന് ഇതിലേക്ക് പാരന്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് പി മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതാണ് എന്ത്, പാരന്റ്. ഈ താഴത്തു കൂടെ പോകുന്നതാണ് ഇപ്പോൾ എല്ലാത്തിന്റെയും പാരന്റ് ഉള്ളത്. ഇതെല്ലാം കൂടി ഇതിലേക്ക് കൊടുക്കണമെങ്കിലോ ഈ ജോയിന്റ്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ സെലക്ട് ചെയ്ത് എന്താവും, ഇതിലേക്ക് പാരന്റ് ആവും. ഓക്കെ, എന്നാ മാറിപ്പോവാണ്. ഇതിന്ന് ഇതിലേക്ക് പാരന്റ് കൊടുത്ത്, ഇതിന്ന് ഇതിലേക്കും പാരന്റ് കൊടുത്ത്, അടുത്തത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് ഇതിലേക്ക് പി അടിക്കുകയാണ്, ഇതിനെ പാരന്റ് ആക്കാൻ നോക്കുകയാണ്. ജസ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഷേപ്പ് കണ്ടോ, നേരെ ഇതിലേക്ക് റിവേഴ്സ് ഡയറക്ഷനിലാണ് കണക്ഷൻ വന്നത്. ഓക്കെ, അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്നൊക്കെ ഇപ്പൊ എങ്ങനെയാണ് ആക്സസ് പോണത്, ഓക്കെ, ഇവിടെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് എനിക്കൊരു കണക്ഷൻ കൊടുക്കണം. അതായത് ഈ ജോയിന്റ് ഇപ്പൊ എങ്ങനെയാ പോണത്, ഇവിടുന്ന് ഈ ഒരു ഏരോ പോലെ നോക്കിയാൽ മതി. ഈ ഒരു ഏരോ പോലെ ഇങ്ങോട്ട് ഷാർപ്പ് ചെയ്തിട്ടുള്ളത്, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നേരെ മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ഇത് പാരന്റ് ആക്കിയിട്ട് ഇതിലേക്ക് കൊടുക്കുക വേണ്ടത്. അതായത് ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ട് പി കൊടുത്താൽ എന്ത് ചെയ്യും, നേരെ കണക്ഷൻ ഇങ്ങോട്ട് വരും. ഓപ്പോസിറ്റ് കൊടുക്കുകയാണ്, ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ പി അടിക്കുമ്പോൾ കണ്ടോ ഇങ്ങോട്ട് വരും. അപ്പൊ എന്താവും, ഇത് തന്നെയാവും പാരന്റ്, ഇതെന്താവും ചൈൽഡ് ആവും. ഇവിടെ ഞാൻ നേരെ തിരിച്ചു കൊടുക്കുകയാണ്, ഒരു ഡയറക്ഷൻ നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഒരു ഡയറക്ഷൻ. ഇപ്പൊ ഇവിടെ ഇതിപ്പോ സെൻട്രൽ ഗ്രാവിറ്റി പോലുള്ള ഏരിയ ആണ്. ഇവിടുന്ന് എങ്ങോട്ട് കണക്ഷൻ പോകുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അതേപോലെ ഇപ്പൊ ഇത് ഈ 3 ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ സെലക്ട് ചെയ്ത് പി അടിച്ചു കഴിഞ്ഞാൽ സെലക്ഷൻ ചെയ്തു ഇതിലേക്ക് വന്ന്. ഓക്കെ, ഇപ്പൊ ഇവിടെയാണ് ഇപ്പൊ സെൻട്രൽ ഗ്രാവിറ്റി ഏരിയ, ഇതെന്ത് ചെയ്തു റിവേഴ്സിലേക്ക് വന്ന് താഴോട്ട് വന്നു. ഇപ്പൊ ഇത് പാരന്റും ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതൊക്കെ എന്താണ്, ചൈൽഡ് ആണ്. ഇപ്പൊ ഏകദേശം ഒരു സ്പൈഡറിന്റെ റിഗാണ് ചെയ്യുന്നതെങ്കിൽ സ്പൈഡറിന്റെ ഈ 4 ലെഗിലേക്ക് എന്തായിരിക്കും പോവും. അതേപോലെ ഇപ്പുറ സൈഡിലേക്കും എന്ത് ചെയ്യും, പോവും. അതായത് 2 ഭാഗത്തേക്ക് 4 8 ഭാഗത്തേക്ക് എന്ത് ചെയ്യും, ഇതേപോലെ കൺട്രോൾസ് പോവും. സെൻട്രൽ ഏരിയ എവിടെയായിരിക്കും, അതിന്റെ ബോഡി പാർട്ടിലായിരിക്കും എന്ത് ചെയ്യുക, അതിന്റെ കൺട്രോൾസ് വരിക. അതായത് അതിന്റെ COG ജോയിന്റ് വരിക, അതിനെ മൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ആയിരിക്കും, ഇവിടെ ആയിരിക്കും. ലെഗിന്റെ വർക്കിംഗ് ആയിരിക്കും ഇതിലേക്ക് വരിക. എന്നാൽ ഇവിടെ ഇപ്പോൾ അടുത്തൊരു ജോയിന്റ് കൂടെ ഉണ്ട്. ഇത് നേരെ ഇവിടുന്ന് താഴോട്ട് വന്നു. ഈ താഴോട്ട് വന്നതിൽ ഞാൻ ഇവിടുന്ന് നേരെ ഇത് സെലക്ട് ചെയ്ത് പി കൊടുത്തു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്തു, താഴോട്ട് വന്നു. നേരെ ഈ ഡയറക്ഷൻ തന്നെ നേരെ എന്ത് ഇങ്ങോട്ട് വന്നു, പാരന്റ് ആക്കിയിട്ട് കൊടുത്ത് നേരെ ഞാൻ ഓപ്പോസിറ്റ് കൊടുക്കുകയാണ്. ഇത് സെലക്ട് ചെയ്ത് പി അടിച്ചു കഴിഞ്ഞാൽ ഈ കണക്ഷൻ എന്താവും, വിട്ടുപോകും. അതായത് ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, അതായത് ഇവിടെ ബ്ലൂ പെൻസിൽ, ഓക്കെ,
നമ്മളിപ്പോൾ ജോയിന്റ്സ്, ഇതൊരു ജോയിന്റ് ആണ്, ഇതൊരു ജോയിന്റ് ആണ്. ഈ ജോയിന്റിൽ ഇതിപ്പോ പാരന്റ് ആണെങ്കിലും ഇതിപ്പോ ചൈൽഡും ആണ്. ഇത് പാരന്റും ഇത് ചൈൽഡും ആണ്. അപ്പൊ എന്തായിരിക്കും പാരന്റിന്റെ കൺട്രോൾ എങ്ങോട്ടേക്കും വരിക? അതായത് ഇവിടെ ഇതിലേക്ക് ഈ ഒരു ട്രയാങ്കിൾ ബേസിലാണ് കണക്ഷൻ വരിക. ഓക്കെ, ഇതാണ് എന്ത് പാരന്റ് വരുന്നത്. അപ്പൊ ഇതിന്ന് അടുത്ത കണക്ഷനിലേക്ക് പോകുമ്പോൾ ഇതിന്റെ അടുത്ത ഇപ്പുറത്ത് എന്തായിരിക്കും? ഇത് ചൈൽഡ് ആയിരിക്കും. അപ്പൊ ഇതിവിടെ സെക്കൻഡറി പാരന്റ് എന്നുള്ള രീതിയാണ് വരിക. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാ വരിക? ഇങ്ങോട്ട് ക്രിയേറ്റ് ആവും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കണക്ഷൻ പോകുന്നത്. സിമ്പിൾ എക്സാമ്പിൾ ഇപ്പൊ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇട്ടു. ഈ ലെവലിൽ എന്ത് ചെയ്യും? കണക്ഷൻസ് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് പോവാം. എന്നാ മനസ്സിലാവട്ടെ. ഇവിടെ കൊടുത്തു. അപ്പം ഇതിന്ന് ഇതിലേക്ക് വന്നു, ഇതിന്ന് ഇതിലേക്ക് വന്നു, ഇതിന്ന് ഇതിലേക്ക് പോയി. ഇവിടെ നേരെ തിരിച്ച് ഇപ്പൊ ഒരു ജോയിന്റ് ഇപ്പൊ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്തു. ഇത് പാരന്റ് ആണ്. നേരെ ഇങ്ങോട്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു ചൈൽഡിലേക്ക് കൊടുത്ത്. ഇവിടെ ഒരു ചൈൽഡ് ഉണ്ട്. ഇതിനെ നേരെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ പാരന്റും ഇത് ചൈൽഡും ആവും. രണ്ട് പാരന്റിനൂടി ഒരു ചൈൽഡ് ഉണ്ടാവില്ല. ഓക്കെ, രണ്ട് പാരന്റിനൂടി ഒരു ചൈൽഡ് ഉണ്ടാവില്ല. അവിടെ എന്ത് ചെയ്യും? ഇതിനെ ഒഴിവാക്കും. രണ്ട് പാരന്റിനോട് ഒരു ചൈൽഡ് ഉണ്ടാവില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിനെടുത്തിട്ട് ഒഴിവാക്കും. അപ്പൊ അതാണ് കോൺസെപ്റ്റ് വരുന്നത്. ജസ്റ്റ് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അത് റിഗിലേക്ക് വരുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാല് സ്കെൽട്ടണിൽ ജോയിന്റ് ഇട്ട് 1 2 3 4 5. ഓക്കെ, 5 ജോയിന്റ് നേരെ മുകളിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഞാൻ ഇവിടെ ഒരു ജോയിന്റ് കൂടി പ്ലേസ് ചെയ്തു. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് ഇതിലേക്ക് കൊടുത്തിട്ട് പി അടിച്ച് കഴിഞ്ഞാൽ എന്താവും? ഇവിടെ കണ്ടോ? ഈ കണക്ഷൻ നേരെ താഴോട്ട് നോർമലായിട്ട് വന്ന് ഇവിടെ നമുക്ക് പ്രശ്നം വരുന്നില്ല. അതായത് ഇത് നേരെ എന്താണ്? ഇതിനൊപ്പം കണക്ഷനിലേക്ക് നേരെ പോകുന്ന പോലെ. അതായത് ഇത് സെലക്ട് ചെയ്തു, ഇത് കൊടുത്താൽ എന്താ? ഇത് പാരന്റ് ആണ്. ഇതിലേക്ക് പി അടിച്ചു കഴിഞ്ഞാൽ കണക്ഷൻ നേരെ ക്രിയേറ്റ് ആവും. ഇവിടെ തന്നെ ഞാനിപ്പോ ഈ ഒരു കണക്ഷനിൽ ഇത് സെലക്ട് ചെയ്തു, പി കൊടുത്ത് റിവേഴ്സിലേക്ക് വന്ന് ഒരു സാധനം നേരെ റിവേഴ്സ് വരുമ്പോൾ ഇത് രണ്ടും പാരന്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന പാരന്റ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് പാരന്റ് ആണ്. പ്രശ്നം വരുന്നില്ല. അവിടെ ഇത് സെലക്ട് ചെയ്തു, പി അടിച്ചു. സോറി, ഇത് സെലക്ട് ചെയ്തു, പി അടിച്ചു, പാരന്റ് ആക്കി. ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് പി അടിക്കുകയാണ്. അവിടെ കണ്ടോ? ഡയറക്ഷൻസ് താഴോട്ട് കൊണ്ടുവരാം. നേരെ തിരിച്ച് ചെയ്താലോ? ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് പി അടിച്ചാലോ? ഇവിടെ കണ്ടോ? ഓപ്പോസിറ്റിലേക്ക് വരും. ഇവിടെ മിസ്സിങ് വരുന്നത് പറഞ്ഞാൽ ഈ ഒരു പാരന്റ് നിന്ന് നേരെ താഴോട്ട് വന്ന് ഇവിടെ ചെയ്ത മെത്തേഡൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നിന്നൊക്കെ റിവേഴ്സിലേക്ക് കൊണ്ടുപോകണം. ഒന്നും കട്ടായി പോകാനുള്ള ചാൻസസ് ഇല്ല. ഒക്കെ എന്താണ്? ഒരു പാരന്റ്, ബാക്കിയൊക്കെ ചൈൽഡ് എന്നുള്ള രീതിയിലേക്കാണ് പോണത്. എന്നാൽ ഇവിടെ ഇത് ഒരു പാരന്റ് എന്ന ഇതിൽ കണക്ഷനായി. ഇത് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ ഇതിലേക്ക് ഞാൻ ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു കണക്ഷൻ കൊടുത്ത് പി അടിച്ച് ഇവിടെ കണ്ടോ? ഇത് പോയി. കാരണം ഇതിലേക്കാണ് എല്ലാ പാരന്റും വന്ന്. ഈ ചൈൽഡ് പോയത് എങ്ങോട്ടാണ്? ഇതിലേക്കാണ്. ഈ പാരന്റിൽ നിന്നാണ് ഈ ചൈൽഡ് ഇതിലേക്ക് വന്നത്. ഓക്കെ, ഈ പാരന്റിൽ നിന്നാണ് എന്ത് ചെയ്ത് ഈ ചൈൽഡ് ഇതിലേക്ക് വന്നത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ നോക്കുകയാണ്? ഇത് സെലക്ട് ചെയ്ത് ഇതിലേക്ക് എന്താക്കുകയാണ്? പാരന്റ് ആക്കാൻ നോക്കുകയാണ്. ഓക്കെ, ഇതിലേക്ക് പാരന്റ് ആക്കാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സ്ഥലത്തെ പാരന്റ് എന്താവുള്ളൂ? ക്രിയേറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് പാരന്റിന് ഒരു ചൈൽഡിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു പാരന്റിന് ഇതിലേക്ക് കൊണ്ടുവന്നാൽ ഇത് ഒരു ചൈൽഡ് ആയിരിക്കും. ഇവിടുന്ന് അടുത്ത പാരന്റ് ആക്കുമ്പോൾ എന്ത് ചെയ്യും? മറ്റേതിന്റെ കണക്ഷൻ വിട്ടുപോകും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നേരത്തെ ചെയ്തത് താഴോട്ട് കൊണ്ടുവന്നു. അവിടെ എന്ത് ചെയ്യുന്നില്ല? പാരന്റിന് ഇഷ്യൂ വരുന്നില്ല. നേരെ തിരിച്ചിപ്പോ ഇവിടെ സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് പി അടിച്ച് ഇതിനെ ഇതിലേക്ക് കൊടുത്തിട്ട് പി അടിച്ച് ഇത് സെലക്ട് ചെയ്തു പി അടിച്ച് ഇവിടെ കണ്ടോ? ഈ പാരന്റ് എന്തായി? ഒഴിവായി. അതായത് ഇവിടുന്ന് താഴോട്ട് പോകണമെങ്കിൽ എന്താക്കണം? ഈ ഏരോ മാർക്ക് താഴോട്ട് വരണം. ഇവിടുന്ന് ഇപ്പൊ മുകളിലോട്ട് പോകുന്നുണ്ട്. അതെന്താണ്? ഇപ്പൊ ഇതാണ് പാരന്റ്. ഇവിടുന്ന് മുകളിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ ഇതിലേക്ക് വന്ന അടുത്ത കണക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ടും വന്നത്.
ഇവിടെ തന്നെ ഇത് സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ പി അടിച്ചു കഴിഞ്ഞാൽ മറ്റേ കണക്ഷൻ പോയത് കണ്ടോ? കാരണം 2 പാരന്റ് ആക്കാൻ നോക്കി, ഈ ജോയിന്റിന് 2 പാരന്റ് ആക്കാൻ നോക്കിയപ്പോൾ എന്തായി, ആ കണക്ഷൻ പോയി. ഇവിടെ നേരെ നിങ്ങൾ ഇതിലേക്ക് വേണമെങ്കിൽ പി അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഈ കണക്ഷൻ മുമ്പോട്ട് പോയി. അറ്റ് എ ടൈം ഒരു പാരന്റ് എന്തുണ്ടാവുള്ളൂ അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അല്ല 2 പാരന്റ് ഒരുമിച്ച് കണക്ട് ചെയ്യാന്നല്ല, ഒരു ചൈൽഡിന് 2 പാരന്റിനെ കൊടുക്കാൻ കഴിയില്ല. ഒരു പാരന്റിന് എത്ര വേണമെങ്കിലും ചൈൽഡിനെ കൊടുക്കാം. അതായത് ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, കൺട്രോൾ ഡി ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഇപ്പൊ ഇത്രയും എന്തുണ്ട്, ചൈൽഡ് ഉണ്ട്. ഇതിൽ സെലക്ട് ചെയ്തിട്ട് പി അടിച്ചെന്ത് എല്ലാം ഇതിലേക്ക് വന്ന്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒക്കെ പാരന്റ് ആരാ? താഴത്തുള്ള ഇതാണ്. ഇവിടേക്ക് ഞാൻ ഇപ്പം ഒരു ജോയിന്റ് കൂടി ഇട്ട് ഇതിന്ന് ഇത് സെലക്ട് ചെയ്ത് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ പാരന്റ് ആക്കി മാറ്റാം, പാരന്റ് കണക്ഷൻ കിട്ടും. തിരിച്ച് ഇത് സെലക്ട് ചെയ്ത് ഇതിലേക്ക് പാരന്റ് കൊടുത്താലോ താഴോട്ടൊരു എക്സ്ട്രാ കണക്ഷൻ ആയിട്ട് ഇതിലേക്ക് എന്ത് ചെയ്തു, ഇത് പാരന്റ് ആണ്, ഇതിലേക്ക് തന്നെ എന്ത് ചെയ്തു, ഇതൊരു ചൈൽഡ് ആയിട്ട് തന്നെ വന്നു. ഇവിടെ അടുത്തൊരു ജോയിന്റ് കൂടി ഞാൻ ആഡ് ചെയ്തു, എന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് ഇതിലേക്ക് പാരന്റ് കൊടുക്കാൻ നോക്കുകയാണ്. സോറി, ഇത് സെലക്ട് ചെയ്ത് ഇതിലേക്ക് എന്ത് ചെയ്യാണ്, പാരന്റ് കൊടുക്കാൻ നോക്കുകയാണ്. അവിടെ കണ്ടോ, ആ പാരന്റിനെ ഒഴിവാക്കി. കാരണം ഇത് ഓൾറെഡി ഇതിന്ന് വന്നൊരു ചൈൽഡ് ആണ് താഴോട്ട് വന്നത്. ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിനെ പാരന്റ് ആക്കാൻ നോക്കുമ്പോൾ ഇത് ഓൾറെഡി ഇവിടെ നിന്ന് ഒരു ചൈൽഡ് ആയിട്ട് വന്നു. ഒരിക്കലും എന്താവില്ല, പിന്നെ ഇതിനെ പാരന്റ് ആക്കാൻ കഴിയില്ല. കാരണം 2 കണക്ഷൻസ് ഒരുമിച്ച് എന്തായാലും അതിലേക്ക് കയറൂല. ഒരു പാരന്റ് എത്ര വേണമെങ്കിലും ചൈൽഡിനെ അക്സെപ്റ്റ് ചെയ്യും. അതേപോലെ ഒരു ചൈൽഡിലേക്ക് 2 പാരന്റിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് എന്താവും, റിമൂവ് ആയി പോകും. ഓക്കെ, ക്ലിയർ ആണോ? അത് വേറൊരു കോംപ്ലിക്കേഷൻസും ഇല്ല. നിങ്ങൾ എടുത്ത് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ സെലക്ട് ചെയ്യുന്നത് എ ടു ബി എന്നുള്ളത് ബി ടു എ അങ്ങോട്ട് മാറുമ്പോൾ എന്താവും, ഒരു സൈഡ് എടുത്തത് പാരന്റിങ് പോവുകയാണെങ്കിൽ ഉറപ്പാണ് എന്താണ് അതിനെയും കൂടി പാരന്റ് ആക്കാൻ നോക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് അടിച്ചു, സെലക്ട് ഹൈറാർക്കി ആക്കി, ലോക്കൽ റൊട്ടേഷൻ ആക്സിസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ എല്ലാം എങ്ങോട്ടാ പോണത്. ഈ ഭാഗങ്ങളൊക്കെ ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. ഇത് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തെ ഭാഗത്തേക്ക് ഫ്ലിപ്പായിട്ടാണ് പോകുന്നത്. അവിടെ എന്ത് ചെയ്യണം, ഇതിനെ തിരിച്ചു വെക്കണം. ഈ ഷോൾഡർ, എൽബോ, റിസ്റ്റ് എന്നാണ് ക്രിയേറ്റ് ചെയ്ത ജോയിന്റ്സ് ഒക്കെ എങ്ങനെയാണ് തിരിഞ്ഞു പോയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ എന്ത് വന്നു, കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇത് ഒരു 100% ഒരു 1%, 2% ഒക്കെ എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി തിരിയാം നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്താലും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, മാനുവലി ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം. മാനുവലി റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് നമുക്ക് വേണ്ട ജോയിന്റിനെ പോയി ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ തിരിക്കല്ല, ജസ്റ്റ് ഈ അടിച്ച് ഇങ്ങനെ തിരിച്ചാൽ ഇത് മൊത്തം കുത്തിരുന്ന് കറങ്ങും. നമ്മൾ ഡി നെക്കിയിട്ട് പിവറ്റ് പോയിന്റ് എഡിറ്റ് ചെയ്യുന്നില്ലേ, ഡി നെക്കി പിവറ്റ് പോയിന്റ് എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുക. ഇവിടെ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം F8 ഓർ കോമ്പണന്റ് മോഡ് ക്ലിക്ക് ചെയ്യും. F8 ഓർ കോമ്പണന്റ് മോഡ് ക്ലിക്ക് ചെയ്യും. അവിടെ എന്ത് ചെയ്യും, ഇത് കോമ്പണന്റ് മോഡിലേക്ക് സ്വിച്ച് ആവും. F8 ഓർ കോമ്പണന്റ് മോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. F8 ഓർ കോമ്പണന്റ് മോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. ഈ ക്വസ്റ്റ്യൻ മാർക്കാണ് എന്ത്, മിസ്ലേനിയസ് ടൂള്. ഈ ടൂൾ ഒന്ന് എനേബിൾ ചെയ്യാം. ഇതാണ് മിസ്ലേനിയസ് ടൂള്, MISCELLANEOUS, മിസ്ലേനിയസ് കോമ്പണന്റ് ടൂൾ എന്നാണ് ഇതിന്റെ യൂസേജ്. ഇത് കൂടുതൽ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ റിഗിങ് ജോയിന്റ്സിനെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിഗിങ് ജോയിന്റ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടത് എവിടെയാണോ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നോർമൽ കേസിൽ കോമ്പണന്റ് മോഡ് അല്ല നമ്മൾ പോയി സെലക്ട് കഴിഞ്ഞാൽ എന്താ സെലക്ട് ആവുന്നത്, ടോട്ടൽ കാര്യങ്ങൾ സെലക്ട് ആയി, എല്ലാം ഇവിടെ എന്താവുന്നുണ്ട്, സെലക്ഷൻ വരുന്നുണ്ട്. നമുക്കിത് കോമ്പണന്റ് മോഡിലേക്ക് ഇട്ടിട്ട് ഇതിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്ത് വേണം, ലോക്കൽ റൊട്ടേഷൻ ആക്സിസ് ഓൺ ആക്കിയിരിക്കണം, എന്നിട്ടേ ചെയ്യാവൂ. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ സെലക്ട് ചെയ്യുക,
F8 അടിക്കുക, മിസ്ലേനിയസ് ടൂൾ ഓൺ ആക്കുക, പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താക്കുക, ഈ യെല്ലോ ലൈൻസ് വരുന്നുണ്ടോ നോക്കുക. മീൻസ് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് പോയി സെലക്ട് ചെയ്യരുത്, പകരം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ യെല്ലോ ആയി മാറുന്നുണ്ടോ. ഈ ഒരു യെല്ലോ ലൈനിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഇത് സെലക്ട് ആയത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ നെക്കിയിട്ട് നമുക്ക് വേണ്ടത് എങ്ങോട്ടാണോ റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പൊ Z ആക്സിസ് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരണം. Y ആക്സിസ് എന്ത് ചെയ്യണം, ഈ റൈറ്റ് സൈഡിലേക്ക് പോകണം. സോറി, ഇപ്പൊ നേരെ മോണിറ്റർ നമ്മൾ കാണുന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ആയിരിക്കും. ഇങ്ങോട്ട് തിരിച്ചു വെക്കുന്ന രീതിയിൽ എന്തായിരിക്കും, ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റിലേക്ക് വരണം എന്നുള്ള രീതി. ഓക്കെ, ഇവിടെ ആദ്യം എന്ത് ചെയ്തു, ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് J യൂസ് ചെയ്യും. J യൂസ് ചെയ്ത് സ്നാപ്പ് ചെയ്തിട്ടേക്ക് എന്ത് ചെയ്ത് വർക്ക് ആവുക. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്തു, J നീക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇങ്ങോട്ട് പ്ലേസ് ചെയ്തു. ഇവിടെ എന്തായി, ഈ ആക്സ് കറക്റ്റ് ആയി നിന്നു. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം അടുത്തതും. ഇവിടെ കുറച്ചൊരു വേരിയേഷൻസ് ഉണ്ട്. ഇതിനെന്ത് ചെയ്യാം, 2 സെലക്ട് ചെയ്യാം, J ക്ലിക്ക് ചെയ്യാം. അതേപോലെ ലാസ്റ്റ് വൺ കറക്റ്റ് ആണോ, J ഓക്കെ. ഇനി ജസ്റ്റ് എന്ത് ചെയ്യുക, F8 അടിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്തായി, എല്ലാ ഡയറക്ഷനും ഒരു സൈഡിലേക്ക് ആയില്ലേ. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ ഇതുവരെയുള്ള? ചെയ്ത് നോക്കുമ്പോൾ എന്താന്നുള്ളൊരു കൺഫ്യൂസിങ് കാര്യങ്ങൾ ഉണ്ടാവരുത്. ജസ്റ്റ് ബോൺസ് ഇട്ട് പോകുമ്പോൾ ബോൺസ് എന്തായിരിക്കണം, ആക്യുറേറ്റ് ആയിട്ട് പോകണം. ആക്സിസ് മാറിക്കഴിഞ്ഞാൽ, ഇപ്പൊ ആക്സിസ് തെറ്റിക്കഴിഞ്ഞാൽ റിഗിങ് ഒക്കെ ചെയ്ത് ലാസ്റ്റ് തല തിരിക്കുമ്പോൾ, കാല് തിരിക്കുമ്പോൾ എന്ത് ചെയ്യും, കാല് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇടത്തോട്ട് തിരിക്കേണ്ടത് വലത്തോട്ട് പോകും. റൊട്ടേറ്റ് ചെയ്യേണ്ടോ മുകളിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് താഴോട്ട് പോകും. അപ്പം ആ സാധനങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രോസസ്സ് കാര്യങ്ങൾ പഠിച്ചിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ബോൺസ് എന്താന്നുള്ളത്, ബോൺസ്, ജോയിന്റ്സ്, അതേപോലെ ജോയിന്റ്സിനെ കണക്ട് ചെയ്യാനുള്ള പാരന്റിങ് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ. ഏത് ജോയിന്റ് ആണെങ്കിൽ ആ ജോയിന്റിനെ സെലക്ട് ചെയ്യുക, രണ്ടാമത് സെലക്ട് ചെയ്യുന്നത് പാരന്റ് ആവും. അങ്ങോട്ട് എന്ത് ചെയ്യുക, P അടിച്ചു കൊടുത്താൽ പാരന്റ് കണക്ഷൻ ആവും. ചൈൽഡ് എവിടെയാണോ ഉള്ളത്, ചൈൽഡ് സെലക്ട് ചെയ്തിട്ട് അവിടെ ഷിഫ്റ്റ് P അടിച്ചു കഴിഞ്ഞാൽ അൺപാരന്റ് ആവുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഷിഫ്റ്റ് P അൺപാരന്റ്. പിന്നെ ഹയറാർക്കി സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ ഹയറാർക്കിയിലാണുള്ളത്, ഞാൻ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ജസ്റ്റ് ഒരുമിച്ച് എല്ലാ ജോയിന്റും ഒരേപോലെ എന്താ വർക്ക് ആവുന്നുണ്ട്. പക്ഷെ എല്ലാം ഒരേപോലെ അല്ല. ഇവിടുത്തെ മടക്കം ഒരു ബെൻഡിങ് ആയിരിക്കും എന്തിനു വരിക, ഇവിടെ വരിക. ഇവിടെ മാത്രം ജസ്റ്റ് ഹയറാർക്കി ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് നോക്കിയാൽ കണ്ടോ, കറക്റ്റ് ആ ഡയറക്ഷനിലേക്ക് നമ്മൾ കൊടുത്താൽ നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, ബെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ബെൻഡ് ചെയ്ത് വരുമ്പോൾ ഇപ്പൊ ഈ ഒരു ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇത്ര വന്നു. അപ്പം എല്ലാ ആക്സിസും കറക്റ്റ്. ഇപ്പൊ ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് 80, ഇവിടെ ഇങ്ങോട്ട് 70 എന്നുള്ള രീതി കൊടുത്താൽ മതി, ഓരോന്നോരോന്നായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ കിട്ടുള്ളൂ. ഇപ്പൊ ഹൈറാർക്കി ആകുമ്പോൾ എല്ലാ ഭാഗം എന്ത് ചെയ്യും, ഒരേ ആക്സിസിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ഫുള്ള് കറക്റ്റ് ഒരു 70-80 എത്തിയിട്ടുണ്ടോ, ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ആക്സിസ് മാത്രമേ ഫിനിഷ് ആയിട്ടുള്ളൂ. പിന്നെ അതേപോലെ നമ്മളിവിടെ ബെൻഡ് നോക്കുമ്പോൾ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ സ്കിന്നൂടി വേണം. കാരണം സ്കിന്നിന്റെ ഉള്ളിൽ കൂടിയാണ് ബോൺ പോണത്. ബെൻഡ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഏരിയ കൂടി എന്ത് ചെയ്യും, ആ ഒരു തിക്നെസ് കൂടി നമുക്ക് അധികം കാണും. ഇങ്ങനെ തിക്ക് ചെയ്ത് വരുമ്പോഴാണ് ഇത്ര വരുന്നത്. പക്ഷെ ബോൺ എന്താണ്, ഉള്ളിലാണുള്ളത്, അടുത്ത് വരുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ നോർമലി നോക്കിപ്പോയ ബോൺസ്, ജോയിന്റ്സ്, അതേപോലെ പാരന്റ് ചെയ്യുന്നത്. പാരന്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് നോക്കുക. സെലക്ട് ഹയറാർക്കി ആക്കിയിട്ട് മാത്രം എന്ത് ചെയ്യാം, ലോക്കൽ റൊട്ടേഷൻ ആക്സസ് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് വിടുക. പക്ഷെ എന്ത് ചെയ്യും, ഇതിനൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി, റിമൂവ് ചെയ്ത് ഒഴിവാക്കി. നെക്സ്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്തു, ജോയിന്റ് എടുത്തു, ജോയിന്റ് വിട്ടുന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ സെലക്ട് ഹയറാർക്കി ആക്കി കഴിഞ്ഞാൽ ഈ ഷേപ്പ് ബെൻഡ് ആവുന്ന നോക്കുക. ഇങ്ങനെ ബെൻഡ് ആവുന്നുണ്ട്, ഇങ്ങനെ ബെൻഡ് ആവുന്നില്ല, സൈഡിലേക്ക് ബെൻഡ് ആവുന്നില്ല. അതേപോലെ ഇങ്ങോട്ട് ബെൻഡ് വരും. പക്ഷെ ഇതെന്താണ്, ഇപ്പൊ ഒരു സ്റ്റിക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന പോലെയേ ഉള്ളൂ, ആടുന്ന പോലെയേ ഉള്ളൂ, അങ്ങോട്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും സൈഡിലേക്കും. എനിക്കൊരു ടെയില് പോലെ, ഒരു വാല് പോലെ വർക്കാണ്, അല്ലെങ്കിൽ ഒരു കയറിന്റെ റിഗൊക്കെ പോലെ സെറ്റ് ആവണം. ജസ്റ്റ് ഒരു ഹാങ്ങിങ് കഴിയുമ്പോൾ അതിങ്ങനെ ഹാങ് ചെയ്ത് കളിക്കുന്നവരൊക്കെ റിഗ് ചെയ്യണം. അപ്പൊ അങ്ങനെ സിറ്റുവേഷനിലാണെങ്കിൽ നമ്മളിവിടെ റിഗ് ചെയ്യാൻ വേണ്ടി പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്
സ്കെൽട്ടണിൽ ഇപ്പൊ ആദ്യം നമുക്ക് റിഗിങ് ജോയിൻസ് വേണം, റിഗിനുള്ള ജോയിൻസ് വേണം. സ്കെൽട്ടണിൽ വരിക, സ്കെൽട്ടണിൽ ക്രിയേറ്റ് ഐക്കെ സ്പ്ലൈൻ ഹാൻഡിൽ, ക്രിയേറ്റ് ഐക്കെ സ്പ്ലൈൻ ഹാൻഡിൽ, സ്കെൽട്ടണിൽ ക്രിയേറ്റ് ഐക്കെ സ്പ്ലൈൻ ഹാൻഡിൽ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. ക്രിയേറ്റ് ഐക്ക് സ്പ്ലൈൻ ഹാൻഡിൽ എന്നുള്ളത് യൂസ് ചെയ്യാം. ഇവിടെ ഇതിന്റെ ഓപ്ഷൻ ബാറിലേക്ക് വരാം. ക്രിയേറ്റ് ഐക്ക് സ്പ്ലൈൻ ഹാൻഡിൽ ഓപ്ഷൻ ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം, ഈ വാല്യൂ 2ൽ സെറ്റ് ചെയ്യാം. ഇതിന്റെ വാല്യൂ 2ലേക്ക് 1 കുറച്ചുകൂടി ലീനിയർ ആയിട്ടും 2 കുറച്ചുകൂടി കർവി ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 2 യൂസ് ചെയ്യുന്നത്. സ്പാൻസ് അതായത് ഇങ്ങനെ വെർട്ടെക്സ് പോയിന്റിന്റെ എണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ഇടുമ്പോൾ തന്നെ ഏകദേശം 5 പോയിന്റ്സ് ക്രിയേറ്റ് ആവും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാനിത് അപ്ലൈ ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പം എന്തുണ്ട്, ടോട്ടലി ജോയിൻസ് ഉണ്ട്. ജോയിൻസ് ഉള്ളത് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, എത്ര ജോയിൻസ് ഉണ്ട്, 8 ജോയിൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 8 ജോയിൻസ് എന്ന് പറയുമ്പോൾ എത്ര ബോൺസ് ഉണ്ടാവും, 7 ബോൺസ് ഉണ്ടാവും. 1 2 3 4 5 6 7 8 8 ജോയിൻസ്. 1 2 3 4 5 6 7 ബോൺ ഉണ്ട്. അത് ഇപ്പൊ നമുക്ക് 1 2 3 ഷോൾഡർ എൽബോ റിസ്റ്റ് 3 ജോയിൻസ്. എത്ര ബോണാണുള്ളത് ഇതിന് നടുവിൽ, 2 ബോണേ ഉള്ളൂ. അത് ഈ ഒരു കണക്ഷൻ ഇവിടെ ഇങ്ങോട്ട് കണക്ഷൻ ഒരു ബോണ്, ഇവിടെ ഇങ്ങോട്ട് കണക്ഷൻ ഒരു ബോണ്. അപ്പോ ഇവിടെ ഈ ഔട്ട്ലൈനറിൽ നോക്കുക, വേറെ ഒന്നുമില്ലല്ലോ, ഒക്കെ കാര്യമാണ്. ഔട്ട്ലൈനറിൽ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് നേരെ സ്കെൽട്ടണിൽ വരിക, ക്രിയേറ്റ് ഐക്കെ സ്പ്ലൈൻ ഹാൻഡിൽ എന്നാണ് ഓപ്ഷൻ എടുക്കുക. ക്രിയേറ്റ് ഐക്കെ സ്പ്ലൈൻ ഹാൻഡിൽ എന്നാണ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 എന്നുള്ള വാല്യൂ എടുക്കുക. അതിലെന്ത് ചെയ്യുക, ജസ്റ്റ് 2 എന്നുള്ള വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് 2 എന്നുള്ള വാല്യൂ ഇവിടെ അപ്ലൈ ആയിരിക്കും. ഇതിനെ സെലക്ട് ചെയ്യുക, ഇവിടുന്ന് അതായത് ഏതാണോ പേരന്റ് ആദ്യം ക്ലിക്ക് ചെയ്യാം. താഴ്ന്ന മുകളിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോയത്. അപ്പൊ എന്ത് ചെയ്യും, എങ്ങോട്ടാണ് ഈ ഏരോ പോകുന്നത് അതിന്റെ ഏറ്റവും അടിയിലുള്ളതായിരിക്കും എന്ത് ചെയ്യുക, പാരന്റ്. ഈ ഏറ്റവും താഴത്തൊന്ന് ക്ലിക്ക് ചെയ്യുക, അതേപോലെ എന്ത് ചെയ്യുക, ഏറ്റവും ടോപ്പിലുള്ള ചൈൽഡിനെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതായത് ക്രിയേറ്റ് ഐക്കെ സ്പ്ലൈൻ ഹാൻഡിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യും, ആദ്യം പാരന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ചൈൽഡിൽ രണ്ടാമത് ക്ലിക്ക് ചെയ്യും. ഇപ്പൊ ഇവിടെ ഒരു വേറെ ലൈൻ വന്നതാണ്ടോ, ഒരു ഗ്രീൻ കളറിൽ. നേരത്തെ ഇവിടെ എന്തേ ഉണ്ടായിരുന്നുള്ളൂ, ജോയിന്റ് മാത്രം. ഇപ്പൊ എന്തായി, ഒരു ക്രിയേറ്റ് ഐക്കെ ഹാൻഡിൽ എന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ആയി. അതിന്റെ ഇപ്പുറത്ത് എന്ത് വന്നു, ഒരു കർവ് എന്ന് പറഞ്ഞ സാധനവും വന്നു. ജസ്റ്റ് ഇപ്പൊ ഐക്കെ ഹാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് മൂവ് ടൂൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ മൂവ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, കർവാണ്. കർവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കർവിൽ ജസ്റ്റ് വന്ന് നോക്കിയാൽ റൈറ്റ് ക്ലിക്ക് അടിച്ച് കർവ് കറക്റ്റ് ആക്കിയാൽ ഉണ്ടോ പോയിന്റ്സ് കിട്ടും. ഇങ്ങനെ സെലക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യില്ല, ആ പോയിന്റ് കിട്ടുമില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നേരെ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഈ ഒരു ഓപ്ഷനെ ഓഫ് ആക്കിയിടും. ഇനി സെലക്ട് ചെയ്യാൻ എന്തേ വരുള്ളൂ, ഇത് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇവിടെ അത് എടുത്തിട്ട് മൂവ് ചെയ്യുമ്പോൾ കണ്ടോ, നമുക്ക് ഏത് ഭാഗത്തു നിന്നും എങ്ങോട്ടും എന്ത് ചെയ്യാം, ഇതിനെ ഫ്ലെക്സിബിൾ ആയിട്ട് ബെൻഡ് ചെയ്യിപ്പിച്ചെടുക്കാം. കേട്ടോ, അപ്പോൾ നമ്മളിപ്പോ ഹ്യൂമൻ ബോഡിയിലെ സ്പ്ലൈൻ ഹാൻഡില്, അതേപോലെ തന്നെ ടെയില്, ഇപ്പൊ ചിലപ്പോൾ ട്യൂൺ ആയിട്ടുള്ള ഹെയർ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ഗേൾ ക്യാരക്ടർ അതിന്റെ ഹെയറിന്റെ വേരിയേഷൻസ് ഉണ്ട്. ഒരാൾ ഓടുമ്പോൾ ആ ഹെയർസിൽ ഇങ്ങനെ മൂവ്മെന്റ്സ് വരണം, പൊന്തിന്നാന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേവ് ചെയ്യുന്ന പോലെയൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ എന്ത് വേണ്ടി വരും, ഈ ക്രിയേറ്റ് ഐക്കെ സ്പ്ലൈൻ ഹാൻഡിൽ എന്നുള്ള സാധനമാണ് യൂസ് ചെയ്യുന്നത്. ഒരു കയർ അല്ലെങ്കിൽ ഒരു റിബണിന്റെ ആനിമേഷൻസ്, ചെയിൻ ലൂമിങ് ചെയ്യുന്ന പോലെ, അതായത് ചെയിൻ ഇങ്ങനെ കറങ്ങുന്ന പോലെ എന്തെങ്കിലും സാധനം വേണം, അതിലൊരു ഫിക്ഷൻസ് വർക്ക് ചെയ്യണം. അതൊക്കെ ചെയ്തെടുക്കാൻ എന്ത് യൂസ് ചെയ്യും, റിഗിങ് ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ടും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും പോകില്ല, അത് മാത്രമേ പോവുള്ളൂ. ക്രിയേറ്റ് ഐക്കെ സ്പ്ലൈൻ ഹാൻഡിൽ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക, പാരന്റ് ചൈൽഡ്. ഓക്കെ, പാരന്റും ചൈൽഡും ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ കൺട്രോളർ കിട്ടും, കർവ് കിട്ടും. കർവ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞിട്ട് കർവ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ്സ് കിട്ടും. ഇതിനെ
സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, കീ ഇടാൻ പറ്റൂല. കാരണം ചാനൽ ബോക്സിൽ എന്തുണ്ടാവില്ല, ചാനൽ വാല്യൂസ് ഉണ്ടാവില്ല. എക്സ് വൈ സെറ്റ്, അതായത് പൊസിഷൻ റൊട്ടേഷൻ സ്കെയിലിന് ചാനൽ വാല്യൂ ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇത് വെർട്ടെക്സ് ആണ്. വെർട്ടെക്സ് സെലക്ട് ചെയ്യും, നേരെ എന്ത് ചെയ്യും, ഡിഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലസ്റ്റർ ഉണ്ടാവും. ഡിഫോമിൽ വന്നിട്ട് ക്ലസ്റ്റർ ആഡ് ചെയ്തിടും. ഓക്കെ, ക്ലസ്റ്റർ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, പ്രശ്നമില്ല. നമുക്ക് ഓരോ തവണയും ഇവിടെ ഇങ്ങനെ കർവ് എടുത്ത് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുക ഈ ക്ലസ്റ്റർ ഇനി എടുത്തു കഴിഞ്ഞാൽ ക്ലസ്റ്ററിന് കണ്ടോ വാല്യൂസ് ഉണ്ട്, അതിനെ പിടിച്ച് നീക്കിയാൽ മാത്രം മതി. ഓക്കെ, അതായത് അതിനുണ്ടായിരുന്ന വെർട്ടെക്സ് എന്നുള്ള ആ പോയിന്റിനെ ക്ലസ്റ്റർ എന്ന് പറഞ്ഞ ഹാൻഡിലിന് കൺട്രോൾ കൊടുത്തു. ഓക്കെ, ഡിഫോമിലാണ് എന്തുണ്ടാവുക, ക്ലസ്റ്റർ ഉണ്ടാവുക. ക്ലസ്റ്റർ സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആദ്യം നമ്മൾ വെർട്ടെക്സ് പോയിന്റ് സെലക്ട് ചെയ്തിരിക്കണം. വെർട്ടെക്സ് പോയിന്റ് സെലക്ട് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലസ്റ്റർ സെലക്ട് ആക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്തു. ഈ രണ്ടെണ്ണത്തിന് സെലക്ട് ചെയ്ത് എന്ത് ചെയ്തു, ഡിഫോമിൽ വന്നിട്ട് ക്ലസ്റ്റർ കൊടുത്ത്. ഈ ക്ലസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ എന്തായി, ഇപ്പൊ ക്ലസ്റ്റർ 2 ആണ്. ഈ ക്ലസ്റ്റർ 2 ഹാൻഡിൽ എടുത്ത് മൂവ് ചെയ്യുമ്പോൾ കണ്ടോ ആ ഭാഗം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, വേറെ വേറെ കൊടുക്കാം. ഇപ്പൊ 5 കൂടെ എടുത്ത് 1 എടുത്താൽ എന്ത് ചെയ്യും, മൊത്തമായിട്ട് നീങ്ങിപ്പോവും. നമുക്ക് വേണ്ടത് ഇപ്പൊ ഇതേപോലത്തെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് വേണ്ടി വരുമല്ലോ. കണ്ടല്ലേ, ഈ ഒരു മൂവ്മെന്റ്സ് കൊണ്ടുവരാനൊക്കെ എന്ത് ചെയ്താൽ മതി, ഇതിൽ കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് ക്ലസ്റ്റർ ഹാൻഡിൽ. ഇനി ഒരു സാധനം കൂടി പറയാനുണ്ട്, അത് കുറച്ചുകൂടി സിമ്പിൾ ആണ്, വലിയ ഹെവി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതിന് ഒരു റൂള് നമ്മൾ എപ്പോഴും പാലിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യാൻ പോകണ നമുക്ക് ഒരു പോൾ വെക്ടർ എന്ന് പറഞ്ഞ സാധനം നമ്മളോട് പഠിച്ചിട്ടില്ല. മീൻസ് ഇവിടെ പോൾ വെക്ടർ എന്ന് പറഞ്ഞിട്ട്, പോൾ വെക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇവിടെയുള്ള മൂവ്മെന്റ്സിൽ ഈ ഒരു സാധനം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ എൽബോ ജോയിന്റ്സ് അതേപോലെ നീ ജോയിന്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് റിസ്റ്റ് ജോയിന്റ് മൂവ് ചെയ്യാൻ പറ്റും, അതേപോലെ ആംഗിൾ മൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും. ഈ റിസ്റ്റും ആംഗിളും മൂവ് ചെയ്യുന്നത് അതിന്റെ ഒപ്പം കൺട്രോൾ ചെയ്യാൻ വേണ്ടി എൽബോയും നീയും കൺട്രോൾ ചെയ്യാൻ എന്ത് വേണം, പോൾ വെക്ടർ വേണം. പോൾ വെക്ടർ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, യൂസ് ചെയ്യും, അവിടെ നമ്മൾ IK ഹാൻഡിലാണ് യൂസ് ചെയ്യുക. IK കൺട്രോൾസ് കൊടുത്തിട്ടാണ് ചെയ്യുക. IK ഹാൻഡിൽസിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോൾ വെക്ടർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ഞാൻ ഈ ജോയിന്റ്സ് ഒക്കെ ഒന്ന് തൽക്കാലം ഒഴിവാക്കി. ഇവിടെ IK സ്പ്ലൈൻ ഹാൻഡിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ സ്പ്ലൈൻ ഹാൻഡിൽ, അത് നമുക്ക് എന്ത് ചെയ്യാം, 10, 20, 100 എത്ര ജോയിന്റിലേക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. ഓക്കെ, എത്ര ജോയിന്റിലേക്ക് ഒരുമിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. ആ എണ്ണം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്താൽ മതി, ആ പോയിന്റിന്റെ എണ്ണം അല്ലേ, ഈ വാല്യൂസ് ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് എക്സ്ട്രാ വെർട്ടെക്സ് പോയിന്റ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ട് വരും. എന്നാൽ IK ഹാൻഡിൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് 3 ജോയിന്റ് മതി. IK ഹാൻഡിൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് എന്ത് മതി, 3 ജോയിന്റ്സ് മതി. കാരണം എന്താണെന്ന് വെച്ചാൽ 1, 2, 3 ഷോൾഡർ, എൽബോ, റിസ്റ്റ്. ഈ റിസ്റ്റ് ആണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എന്താണ്, ഇതിന്റെ ഒപ്പരമുള്ള. അപ്പൊ ഇവിടെ ജസ്റ്റ് ആ 3 ജോയിന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി നോക്കണം. ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾ, ഒരു പെന്ന് അല്ലെങ്കിൽ ഒരു വടി എടുത്ത് നേരെയുള്ള സ്റ്റിക്ക്, അത് നേരെ സ്ട്രെയിറ്റ് ആണുള്ളത്, ഇതേപോലെ ഒരു കറക്റ്റ് റോഡ്, ഇതിന്റെ മുകളിൽ നിന്ന് ഒരു കറക്റ്റ് പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഏത് ഭാഗത്തേക്കായിരിക്കും ബെൻഡ് ആവുക. അതായത് ഇപ്പോൾ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ അമർത്തുകയാണ്, ഇത് എങ്ങോട്ട് ബെൻഡ് ആവും, ഏത് ഭാഗത്തേക്ക്, ഏത് സൈഡിലേക്കും ആവാം. കാരണം ഇങ്ങനെ അമർത്തുമ്പോൾ ഇവിടെ പിടിച്ച് ഇങ്ങനെ ഒറ്റയടി അടിക്കുകയാണെങ്കിലും ഇത് ഇങ്ങോട്ട് പൊട്ടാം, ഇങ്ങോട്ട് എങ്ങോട്ട് വേണമെങ്കിലും ബെൻഡ് ചെയ്യാം. എന്നാൽ ഇതിന് കുറച്ചൊരു വളവ് ഇങ്ങോട്ടുണ്ട്, ഒരു സൈഡിലേക്ക് ചെറിയൊരു ബെൻഡ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടേക്കും പ്രഷർ ആവും. ഇങ്ങോട്ട് ബെൻഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒബ്വിയസ്ലി ഈ ഭാഗത്തേക്ക് മാത്രമേ ഇത് ബെൻഡ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ ഹ്യൂമൻ ബോഡി, ഈ ഒരു ഭാഗം ബോൺസ് കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് ഇവിടെ പോകുന്നത്, പക്ഷെ ബോൺ എവിടെ ഫിറ്റ് ചെയ്ത് കുറച്ച് ബാക്കോട്ടാണ്. കാരണം ഇത് എങ്ങോട്ടേ ഫോൾഡ് ആവാകൂ, ഇങ്ങോട്ടേ ഫോൾഡിങ് വരാവൂ. ബാക്കോട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ലെഗ് എങ്ങനെയാ, ബാക്കോട്ടേ ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്രണ്ടിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. നമ്മളിപ്പോ നേരെ സ്കെൽട്ടനിൽ ക്രിയേറ്റ് ആയിക്ക് എടുത്ത്, സ്കെൽട്ടൻ ജോയിന്റ്സ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോവാണ്, സ്ട്രെയിറ്റ് പോവാണ്. ഇതിനെ ബെൻഡ് ചെയ്യാൻ നോക്കിയാൽ എങ്ങോട്ടാവും, എങ്ങോട്ട് വേണമെങ്കിലും ബെൻഡായി പോവാം. അവിടെ നമുക്ക് ബെൻഡ് ചെയ്യാനുള്ള ഏരിയനെ കുറച്ചൊന്ന് നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ കൊടുക്കും. അതായത് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒരു പോയിന്റ് ഇവിടെ ഇട്ടു, കുറച്ചൊന്ന് ഇങ്ങനെ ഫ്രണ്ട് ഏരിയ ആണ്, ഫ്രണ്ട് ലുക്ക് പോകുമ്പോൾ ഇങ്ങനെ കൊടുത്ത്. പക്ഷെ ടോപ്പ് വ്യൂവിൽ വന്നിട്ട് എന്ത് ചെയ്തു, ടോപ്പിൽ ഇതിനെ കുറച്ചൊന്ന്, ഓക്കെ ഇവിടെ സെലക്റ്റഡ് അല്ല, നേരെ ഇങ്ങോട്ട്
ഓക്കെ, ഇതിലേക്ക് കൊടുത്തു. ഓക്കെ, ഇതിലേക്ക് നേരെ കണക്ഷൻ കൊടുത്തിട്ടു. എന്നാൽ മാത്രമേ എന്താവുള്ളൂ, ഇത് ബെൻഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ ഇങ്ങനെ പിടിച്ച് നീക്കുമ്പോൾ ഇത് മാത്രമേ വർക്ക് ആവുള്ളൂ, ഇത് പിടിച്ച് നീക്കുമ്പോൾ ഇത് മാത്രമേ വർക്ക് ആവുള്ളൂ. ഇവിടെ കൊടുക്കാൻ പോകുന്ന മെത്തേഡാണ് സ്കെൽട്ടനില് നേരെ ക്രിയേറ്റ് IK ഹാൻഡിൽ. സ്കെൽട്ടനില് ക്രിയേറ്റ് IK ഹാൻഡിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ, സ്കെൽട്ടനിൽ വരിക, ക്രിയേറ്റ് IK ഹാൻഡിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരിക. സ്കെൽട്ടനില് ക്രിയേറ്റ് IK ഹാൻഡിൽ. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ക്രിയേറ്റ് IK ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് അഡ്വാൻസ് നോക്കി പോകാനുള്ളതാണ്. നമുക്ക് ഹാൻഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ലെഗ്, ഹാൻഡ്, ഇതേപോലെ 3 ജോയിന്റ് സെൻറ്റർ ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത് റൊട്ടേറ്റ് പ്ലെയിൻ സോൾവർ. റൊട്ടേറ്റ് പ്ലെയിൻ സോൾവർ ആണ് എന്ത് ചെയ്യുക, നമുക്ക് ഇതേപോലെ 3 ജോയിന്റിലേക്ക് കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഇത് യൂസ് ചെയ്യുന്നത്. റൊട്ടേറ്റ് പ്ലെയിൻ സോൾവർ. സിംഗിൾ ചെയിൻ സോൾവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഗിന്റെ ഒക്കെ ടാപ്പിംഗ് ഇല്ലേ, ലെഗ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന പോലെ, ഇങ്ങനെ റോൾ ചെയ്യുന്ന പോലെ, ട്വിസ്റ്റ് ചെയ്യുന്ന പോലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് സിംഗിൾ യൂസ് ചെയ്യുന്നത്. കോമൺലി നമ്മളിപ്പോ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് എന്താണ്, റൊട്ടേറ്റ് പ്ലെയിൻ സോൾവർ. റൊട്ടേറ്റ് പ്ലെയിൻ സോൾവർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പാരന്റിന്ന് ചൈൽഡിലേക്ക് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക. പാരന്റിന്ന് ചൈൽഡിലേക്ക് കൊടുക്കുക. ഇവിടെ എന്ത് വന്നു, IK ഹാൻഡിൽ വന്നു, പകരം എന്തില്ല, കറവില്ല. സ്പ്ലൈൻ IK ഹാൻഡിൽ എന്ത് വരും, കറവ് വരും. അതിൽ എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ഹാൻഡിൽ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, കറവേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. IK ഹാൻഡിൽ എന്താണ്, കറവ് ഉണ്ടാവില്ല, പകരം എന്തായിരിക്കും, ഹാൻഡിലാണ് കൺട്രോൾ ചെയ്യുക. ഇവിടെ ഇപ്പൊ ഈ ഹാൻഡിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യുമ്പോൾ കണ്ടോ കറക്റ്റ് ആ പൊസിഷനിലേക്ക് മാത്രം എന്ത് ചെയ്യും, ഇത് മൂവ് ചെയ്തിട്ട് വരും. ഇപ്പൊ ഹാൻഡ് നമ്മൾ കണക്ട് ആയിട്ടൊന്നും ഇല്ലല്ലോ, നേരെ എന്ത് ചെയ്തു, ഇപ്പൊ ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്ത ആ റോബോട്ട് തന്നെ, ആം വരുന്ന റോബോട്ട്, പക്ഷെ അത് കറക്റ്റ് ഒരു ആംഗിളിലേക്കല്ല പോകണത്, 3 ആയിട്ടാണ് പോകുന്നത്. അവിടെ നമുക്ക് ഇത് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഒരു സ്ട്രെയിറ്റ് പോകുന്ന സാധനമാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ കൺട്രോൾ ചെയ്യിപ്പിക്കാം. ജസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ ഇത് നേരെ ബാക്കോട്ട് ഇങ്ങോട്ടേ പോവുള്ളൂ. അവിടെ ഈ ആംഗിൾ കറക്റ്റ് കുറച്ച് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഇത് ബെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ സ്ട്രെയിറ്റ് ആണെങ്കിൽ എങ്ങോട്ട് ബെൻഡ് ആവണമെന്ന് അറിയില്ല, കുറച്ച് ഇവിടെ നിന്ന് ബെൻഡ് കൊടുത്ത്, അപ്പൊ ഒബ്വിയസ്ലി എന്താ, ഇത് ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ടേ പുഷ് ആവുള്ളൂ, ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പൊ അത് ഏത് ആംഗിളിലേക്കാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊരു വേരിയേഷൻസ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ ആണോ? IK ഹാൻഡിൽ 4 കൊടുത്തിട്ട് അതിന് നടുവിലേക്ക് കൊടുക്കരുത്, 3 ജോയിന്റിലേക്കാണ് നമ്മൾ കൊടുക്കുക. 3 ജോയിന്റിലേക്ക് 2 ബോണിലേക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇതിലൊരു സാധനം കൂടി പറയാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു കൺട്രോൾ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ലാസ്റ്റ് ടൈം ഒക്കെ ചെയ്ത ചെറിയൊരു കൺട്രോൾ ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്തു, ഇവിടെ വെച്ചു, ഒരു സിമ്പിൾ കൺട്രോൾ എന്നുള്ള രീതിയിൽ. അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഒഴിവാക്കി. എന്നിട്ട് ഈ കൺട്രോളർ സെലക്ട് ചെയ്തു, IK ഹാൻഡിൽ സെലക്ട് ചെയ്തു, കൺട്രോളർ സെലക്ട് ചെയ്തു, IK ഹാൻഡിൽ സെലക്ട് ചെയ്തു. കൺസ്ട്രെയിനിൽ വന്നിട്ട് എന്ത് ചെയ്തു, പോൾ വെക്ടർ കൊടുത്തു. കൺസ്ട്രെയിനിൽ വന്നിട്ട് പോൾ വെക്ടർ ഇത് കൊടുക്കുമ്പോൾ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തതുണ്ടോ, ഇതിലേക്കൊരു കൺട്രോൾ സെലക്ട് ചെയ്തു, IK ഹാൻഡിൽ സെലക്ട് ചെയ്തു, കൺസ്ട്രെയിനിൽ വന്നു, ഇവിടെ എന്ത് ചെയ്തു, പോൾ വെക്ടർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു, ഇവിടെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇതില് IK ഹാൻഡിൽ സെലക്ട് ചെയ്ത് ഇനി മൂവ് ചെയ്യുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഗ്രിഡ് ഒന്ന് ഹൈഡ് ചെയ്യാം. മൂവ് ചെയ്യുമ്പോൾ നോക്കാം, ഇവിടേക്ക് വന്ന് ഈ സാധനം എടുത്തിട്ട് മൂവ് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മളെ ഈ സാധനം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഈ ജോയിന്റ്സ്, അതേപോലെ സ്പ്ലൈൻ IK ഹാൻഡില്, IK ഹാൻഡില്, ഈ സാധനങ്ങളൊന്നും എന്ത് ചെയ്യുക, അതേപോലെ പോൾ വെക്ടർ ഇതൊന്നും ചെയ്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടർ റിഗിങ്ങിലേക്ക് തുടങ്ങാം. അതിന്റെ മുന്നേ ഈ സാധനങ്ങളൊന്ന് ഐഡിയ ആക്കി വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ.